ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് പോയതല്ല, ഹോളിഡേയ്ക്ക് പോയ ട്രിപ്പിൻ്റെ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കൊറിയാത്ത് ഡാം കാണാനാണ്. മസ്കറ്റിൽ നിന്ന് 1.5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് അവിടേക്ക് ചെല്ലാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊരു 10:30 ആയപ്പോൾ നമ്മൾ യാത്ര തുടർന്നു. കാരണം ഇത് കൂടാതെ 1-2 സ്ഥലത്തും കൂടെ നമുക്ക് പോകണം. അത് നമുക്ക് വീഡിയോയിലൂടെ തുടർന്ന് കാണാം. അപ്പോൾ നമ്മൾ ഈ പോകുന്ന ഡാം ഒമാനിലെ തന്നെ ലാർജസ്റ്റ് ഡാമാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതാണ് ഡാമിലേക്കുള്ള എൻട്രി. ആ റൈറ്റ് സൈഡിൽ വൈറ്റ് ബോർഡിൽ വിസിറ്റിംഗ് ടൈം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻട്രിയും എക്സിറ്റും. ഇപ്പം നമുക്കൊരു എൻട്രി ചാർജ് ഉണ്ട്. 1 റിയാലാണ്, ഒമാനീസ് 300 പൈസയും. അധിക നേരം നമ്മളിവിടെ നിന്നില്ല. ചൂട് ടൈം ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ. പിന്നെ ടോപ്പിലൊക്കെ കയറി വ്യൂസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് വാദിഷാബിലേക്കാണ്. കൊറിയാത്തിൽ നിന്നൊരു 45 മിനിറ്റ്സ് യാത്രയുണ്ട്. ഇവിടെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് 2-3 സ്പോട്ട് ഉണ്ടായിരുന്നു. പിന്നെ സമയപരിമിതി മൂലം നമ്മളതെല്ലാം സ്കിപ്പ് ചെയ്തു. ഈ ബീച്ചെല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ വാദിഷപ്പിൽ ചെന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു, ഹോളിഡേ ആയതുകൊണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഒരു ബോട്ടിംഗ് മാത്രമേ ഉള്ളൂ എന്നാണ്. ബട്ട് അങ്ങനെയല്ല. ബോട്ട് കയറി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങണം. അവിടുന്ന് ഒരുപാട് കാഴ്ച നമുക്ക് കാണാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. 10 പേരടങ്ങുന്ന ഒരു ബോട്ടാണിത്. ഒരാൾക്ക് 1 റിയാൽ വെച്ച്. അങ്ങനെ ഞങ്ങൾ കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് നടക്കാറുണ്ട്. ആ വഴികളിലെല്ലാം നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൈഡിൽ നല്ലൊരു അമ്പൽപ്പാടം ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ വന്ന ചൂട് ടൈം ആയതുകൊണ്ട് അതെല്ലാം കരിഞ്ഞു പോയി. അവിടെ ഇവിടെയായിട്ട് ജസ്റ്റ് ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ വാദികളൊക്കെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഇറങ്ങാം. നല്ല വെള്ളമൊക്കെയാണ്, നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ്. അങ്ങ് എൻഡിങ്ങിൽ നല്ല ഭംഗിയാണ്. ബട്ട് നമ്മൾ അവിടെ വരെ പോയില്ല, ചൂട് കാരണം. നമുക്ക് ഒട്ടും ആകെ ടയേർഡായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തും കൂടെ പോകേണ്ടതുകൊണ്ട് നമ്മൾ തിരികെ പോരുന്നു. അവിടുന്ന് ഞങ്ങൾ പോയത് സൂർ ലേക്കായിരുന്നു. ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനാണ് പോയത്. നല്ല ഭംഗിയായിരുന്നു ആ ബ്രിഡ്ജ് കാണാനായിട്ട്. നമുക്ക് ഈ ബ്രിഡ്ജിൽ വന്ന് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കും. അവിടുന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി. 20 മിനിറ്റത്തേക്ക് 7 റിയാലായിരുന്നു നമുക്ക് ബോട്ട് സർവീസിന് ചാർജ്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രിഡ്ജിൽ പോയി കുറേയധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കുറേ അവിടെ നിന്ന് നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പം ഒരു 7 മണിയോളമായി. അന്നത്തെ ട്രിപ്പ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.